ഹായ് ഗൈസ്, നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ഓട്ടച്ചേട്ടൻ കൈ കാണിക്കുന്നുണ്ട്. ഹായ്. നമ്മൾ ഉച്ചക്ക് 1:45 ട്രിപ്പിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 1:45 ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ കൈനഗിരി ബോട്ട് ജെട്ടി എത്തിയതിന് ശേഷം തിരിച്ച് 4:45 ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ തിരിച്ചെത്തും. ഈ സർവീസ് മെയിൻലി 2 കാര്യങ്ങൾക്കാണ് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരേ സമയം പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്, അതേപോലെ തന്നെ ടൂറിസം പർപ്പസിനുമായിട്ടാണ് ഈ സർവീസ് സീക്കുട്ടനാട് എന്ന് പറയുന്ന സർവീസ് ജലഗതാഗത വകുപ്പ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ ഡെയിലി 3-4 സർവീസാണ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2ാമത്തെ സർവീസിനാണ് കയറിയിരിക്കുന്നത്. ബോട്ട് ഇപ്പോൾ ഉച്ചക്ക് 1:45 ഇവിടുന്ന് സ്റ്റാർട്ടാവുന്നത്. ഇത് നേരെ നമ്മൾ പോകുന്നത് എൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന കൈനഗിരി ബോട്ട് ജെട്ടിയാണ്. കൈനഗിരി ബോട്ട് ജെട്ടി വരെ ചെന്നതിന് ശേഷം ഈ ട്രിപ്പ് അതേപോലെ തന്നെ തിരിച്ച് ആലപ്പുഴ ജെട്ടിയിലേക്ക് എത്തും. ഈ ബോട്ടിന് അപ്പർ ഡെക്കും ഉണ്ട്, ലോവർ ഡെക്കും ഉണ്ട്. അപ്പർ ഡെക്കിലാണെങ്കിൽ 60 രൂപയും താഴെ ലോവർ ഡെക്കാണെങ്കിൽ 23 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ 23 രൂപയുടെ ലോവർ ഡെക്കിലാണ് ഞാൻ കയറിയത്. ബോട്ടിപ്പോൾ ആലപ്പുഴ ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ജലഗതാഗത വകുപ്പിൻ്റെ ഡീസൽ പമ്പാണ്. ഇവിടുന്നാണ് സർക്കാരിൻ്റെ എല്ലാ ബോട്ടുകൾക്കും ഡീസൽ അടിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം വെമ്പനാട് കായലിലേക്ക് എൻട്രിയാണ്. ഈ കാണുന്നതാണ് ആലപ്പുഴ ഡോക്യാർഡ്. സർക്കാരിൻ്റെ ഡോക്യാർഡാണ്. ഇവിടെയാണ് എല്ലാ ബോട്ടുകളുടെയും സർവീസും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത്. സർവീസിനായിട്ട് വന്ന ബോട്ടുകൾക്ക് പുറമെ ഡീകമ്മീഷൻ ചെയ്ത ബോട്ടുകളും ഇവിടെ ജീർണാവസ്ഥയിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വേമ്പനാട് കായലിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ്. ഇത് നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റാണ്. ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ പവലിയനാണ് ഈ കാണുന്നത്. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. പവലിയനോട് ചേർന്ന് തന്നെയാണ് ഈ സ്റ്റാച്ചു ഉള്ളത്. പവലിയൻ്റെ പേരും നെഹ്റു പവലിയൻ എന്ന് തന്നെയാണ്. കാഴ്ചകൾ ഒത്തിരി ഉള്ളത് കാരണം ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. കൂടുതലും നാച്ചുറൽ സൗണ്ട് തന്നെയാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ബോട്ടിൻ്റെയും ഇവിടുത്തെ ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെയും സൗണ്ട് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൊയ്ത്ത് യന്ത്രങ്ങളാണ് ഈ കാണുന്നത്. ഇതുപോലുള്ള വലിയ ബോട്ടുകളിൽ കയറ്റിയാണ് ഓരോ പാടങ്ങളിൽ എത്തിക്കുന്നത്. സീക്കുട്ടനാട് സർവീസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കായലിൽ കൂടെ പോവാതെ ഇടത്തോടുകളിൽ കൂടെ കയറി കുട്ടനാടിൻ്റെ ഒരു ഗ്രാമീണ അന്തരീക്ഷം കൂടെ നമുക്ക് ഈ സർവീസിൽ പോകുമ്പോൾ കാണാൻ സാധിക്കും.
പ്രളയത്തിന് ശേഷം നിർമ്മിച്ച വീടുകളാണിവ. നമ്മളിപ്പോൾ ഏകദേശം കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനലിനോട് അടുക്കുകയാണ്. പക്ഷേ സർക്കാർ ബോട്ടായതുകൊണ്ട് ടെർമിനലിലേക്ക് ഈ ബോട്ട് ചെല്ലില്ല. അതിൻ്റെ സമീപത്ത് കൂടി പാസ് ചെയ്ത് പോവേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ അതിമനോഹരമായി തന്നെ കാണാം. ഹൗസ് ബോട്ടിൽ ട്രിപ്പ് വരുന്നവർക്ക് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന നിലയിൽ ഇതുപോലുള്ള സ്പീഡ് ബോട്ട് സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ്. ഈ പാലം ഒട്ടുമിക്ക എല്ലാ പ്രേക്ഷകർക്കും സുപരിചിതമാണ്. ഇത് ഗോമേന്ത പാലമാണ്. ദിലീപേട്ടൻ്റെ മൈ ബോസ്, സൗണ്ട് തോമ തുടങ്ങിയ ചിത്രങ്ങളിൽ ഈ പാലം കാണിക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ ഏകദേശം കൈനഗിരി ബോട്ട് ജെട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൈനഗിരി പാലമാണ് ഈ കാണുന്നത്. പക്ഷേ പാലം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ലാസ്റ്റ് ജെട്ടിയോട് അടുക്കുന്നതോടുകൂടി തന്നെ ബോട്ടിൽ ഏകദേശം ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ലോവർ ഡെക്കിൽ ആൾ കുറവാണെങ്കിലും അപ്പർ ഡെക്കിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. അവർ ഈ ട്രിപ്പ് തന്നെ റിട്ടേൺ ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്കവിടെ ഒരു ടീ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും. അതിനുശേഷം നമ്മൾ തിരിച്ച് വേറൊരു റൂട്ട് വഴിയാണ് ആലപ്പുഴ ജെട്ടിയിലേക്ക് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കൈനഗിരി ബോട്ട് ജെട്ടിയാണ്. ഈ ബോട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. അവിടെ ബോട്ട് ആങ്കർ ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു ടീ സ്നാക്സ് ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ആലപ്പുഴയിലേക്ക് യാത്ര തുടരുകയാണ്. ഈ ഭാഗത്ത് എവിടെ നോക്കിയാലും UBC എന്ന റൈറ്റിങ്സ് ഒക്കെ കാണാം. UBC എന്ന് പറയുന്നത് ആലപ്പുഴക്കാർക്കറിയാം. UBC കൈനഗിരി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബോട്ട് ക്ലബ്ബുണ്ട്. നെഹ്റു ട്രോഫി ഒക്കെ പലതവണ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ബോട്ട് ക്ലബ്ബാണ് UBC കൈനഗിരി. ഇപ്പോൾ നമ്മൾ ഏകദേശം വെമ്പനാട് കായലിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. റോഡിൽ തിരക്ക് പോലെയാണ് കായലിൻ്റെ നടുക്ക് ഹൗസ് ബോട്ടുകളുടെ തിരക്ക്. നല്ല ട്രാഫിക്കുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാവും.
ഹൗസ് ബോട്ടുകളാണ് കൂടുതലെങ്കിലും അതിന് നടുക്കുകൂടെ ഒരു യാത്രാ ബോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സർക്കാർ ബോട്ട് പോകുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. KSRTC ബസ് വരുന്ന പോലെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പുഞ്ചിരി എന്ന് പറയുന്ന ജെട്ടിയാണ്. അവിടെ നിന്ന് നമ്മളിപ്പം ആലപ്പുഴയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്നത് പുന്നമടക്കായലാണ്. റമദ എന്ന് പറഞ്ഞ റിസോർട്ട് കം ഹോട്ടലാണ് കാണുന്നത്. നെഹ്റു ട്രോഫി പവലിയൻ്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് കനാലിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. നമ്മുടെ യാത്ര ഏകദേശം പര്യവസാനിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. ബോട്ട് ജെട്ടിയോട് ഇനി വളരെ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ഷിക്കാര സർവീസുകൾ ഏറ്റവും അധികം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. നമുക്ക് കാണാം റോഡിൻ്റെ സൈഡിലോട് ചേർന്ന് തന്നെ ഒത്തിരി ഷിക്കാര ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂറിൻ്റെ ഗ്രൂപ്പായ ഓക്സിജൻ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ഹവേലി റിസോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഏകദേശം പര്യവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നിമിഷങ്ങൾക്കകം ആലപ്പുഴ ബോട്ട് ജെട്ടി തിരിച്ചെത്തും. ഇപ്പം സമയം ഏകദേശം 4:45. മാക്സിമം കാഴ്ചകൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. എടാ മോനെ